അത് അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഒരു ഹാസ്യാത്മകതയുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളിലൂടെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിമിക്രിക്കാർ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രത്തിലൊന്നും ഈ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനാണ്. അതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹാസ്യാത്മക സംസാരത്തിലുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ പദവിയാണ് ആദരിച്ചത്. 30 വർഷമായിട്ട് അദ്ദേഹം ആക്ഷേപാസ്യത്തിലൂടെ സാമൂഹിക വിമർശനം നടത്തിയെന്നോ അല്ലെങ്കിൽ ആക്ഷേപാസ്യത്തിലൂടെ ഈഴവ സമുദായത്തിന് ആവശ്യമായ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതൊന്നും ഇവിടെ തർക്ക വിഷയമല്ല. അദ്ദേഹം തൊഗാഡിയെ വെല്ലുന്ന വിഷപ്രവാഹം നടത്തുന്നതിവിടെ അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ല, മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി നാളെ നേരം വെളുത്തിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, അദ്ദേഹത്തിന് തിരസ്കരിക്കണമെന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ വളച്ചുകെട്ടാൻ ഉപയോഗിക്കേണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തള്ളിപ്പറയില്ല എന്ന് റെജി ലൂക്കോസിന് 100% ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ആ ചോദ്യത്തിനുള്ള മറുപടി അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതിനകത്ത് ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ മുതലെടുപ്പുണ്ട്. ആ മുതലെടുപ്പിന് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുകയില്ല. അതൊന്നും അങ്ങനെ ഒരു മറുപടി നമ്മുടെ മുതലെടുക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയോ? മുഖ്യമന്ത്രി അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് പറയാൻ സമ്മതിക്കണം. അല്ല, അങ്ങനെ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞോട്ടെ എന്ന് അനുവദിക്കുന്ന വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും അല്ല, അതിനിപ്പോ മുതലെടുപ്പ് രാഷ്ട്രീയക്കാർ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, ഒത്തിരി കാര്യം അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പ്രസ്താവന നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണോ? വെള്ളാപ്പള്ളി വർഗീയ പ്രസ്താവന നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണോ? ഞാൻ വെള്ളാപ്പള്ളിയുടെ കാര്യമല്ല പറഞ്ഞത്. വെള്ളാപ്പള്ളി നടത്തുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മകന്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതായിരിക്കും. അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ടല്ല. കാരണം ജാതി ചോദിക്കെതിരെ പറയരുതെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കസേരയിൽ ഏത് നിലനിൽപ്പാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് നിലനിൽപ്പാണ്? അതായത് അദ്ദേഹത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഒരു ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചാൽ അദ്ദേഹം പെടും. മുമ്പ് അങ്ങനെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഒരു CBI റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇവിടെ മൈക്രോ ഫിനാൻസ് കേസിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. വേറൊരു ആത്മഹത്യാ പ്രേരണ കേസിൽ അദ്ദേഹം പ്രതിയാണ്. ഇപ്പോൾ 2 കേസ് അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിനെ സൂചിപ്പിച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുക, കേന്ദ്രത്തെ സൂചിപ്പിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി അവിടെ ചേർക്കുക, അവിടെ നിന്ന് രക്ഷപ്പെടുക, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമാണോ ഈ വർഗീയ പ്രചാരണത്തിന് പിന്നിൽ? അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പേര് കേസുണ്ടെങ്കിൽ അത് കോടതിയിലാണ്. പല കോടതിയിൽ അദ്ദേഹത്തിന് ഒരു കേസുണ്ട്. അത് കോടതി തീരുമാനിക്കട്ടെ. ആ കോടതിയുടെ തീരുമാനത്തിന് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ മാത്രമേ. പക്ഷേ അദ്ദേഹത്തിന്റെ പദവിയെ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞാൽ എന്നെ പൂർത്തീകരിക്കേ. ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ 45 മിനിറ്റ് നീണ്ട പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ അദ്ദേഹം കടന്നാക്രമിച്ചിട്ടുണ്ട്. വലിയ രോഷത്തോടുകൂടി മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചു, ചിലരുടെ പേരുകൾ ഉപയോഗിച്ചു. പക്ഷേ അവിടെ പക്വതയോട് മറുപടി പറഞ്ഞൊരാളുണ്ട്. അതായത് ബഹുമാനോട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹം ഒതുക്കി. അപ്പോൾ അതൊക്കെ വെള്ളാപ്പള്ളിക്ക് ഒരു പാഠമാണ്. ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള വർഗീയത പറഞ്ഞാലും ആരാണോ പ്രതികരിക്കേണ്ടത് അവരൊന്നും ഇദ്ദേഹത്തിന്റെ വാക്കിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ആ ഒരു വാക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്ക് കേരളം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ എതിർപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അദ്ദേഹം ആ പറഞ്ഞത് തന്നെ എല്ലാവരും ഏറ്റെടുക്കണം.